സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ദിലീപും കാവ്യയും വേദിക് വില്ലേജ് എന്ന ആലപ്പുഴയിലെ ഒരു റിസോർട്ടിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ. അതിലൂടെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രേക്ഷകരെല്ലാവരും കാണുന്നത് പോലെ പഴയ ദിലീപിനെയും കാവ്യയും തിരിച്ചു കിട്ടിയ സന്തോഷം. ഇത്രയും പ്രകടമായി മറ്റൊരു വീഡിയോ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ വിവാഹ സമയത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ വാർത്തയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ പേര് ഒരുപാടായി കിടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കാവ്യയ്ക്കും ദിലീപിനും പൊതുമധ്യേ ഇങ്ങനെ ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇവരുടെ ഹണിമൂൺ ആഘോഷിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒപ്പം തൻ്റെ കസിൻസിനോടൊപ്പം മാജിക് കാണിച്ച മാമാട്ടിയും ഒപ്പം നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവർ വീഡിയോ കോളിൽ മീനാക്ഷിയോട് സംസാരിക്കുന്നതും കാണാം. ആലപ്പുഴയുടെ റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ എത്തി മീനാക്ഷി വീഡിയോ കോൾ ചെയ്തെല്ലാം കാണിക്കുകയാണ് കാവ്യയും ദിലീപും. മീനാക്ഷി ഇപ്പോൾ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം മീനാക്ഷി ഏറ്റവും കൂടുതൽ മിസ് ചെയ്തു എന്നും കാവ്യയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ കാവ്യ ദിലീപിനോട് ആവശ്യപ്പെട്ട് തന്നെയാണ് മീനാക്ഷിയെ വീഡിയോ കോൾ വിളിക്കുന്നത്. ആലപ്പുഴയിലെ വേദിക് റിസോർട്ടിലാണ് ഇപ്പോൾ ഇരുവരും എത്തിയിരിക്കുന്നത്. ഇരുവരും മാത്രമല്ല, ഇളയ മകൾ മാമാട്ടിയും അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളും ഒക്കെ ഉണ്ട്. ആദ്യം വൈറലായ ഒരു വീഡിയോ എന്നത് സ്പീഡ് ബോട്ട് ദിലീപ് ഓടിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനുശേഷമാണ് ഈ വീഡിയോ എല്ലാം വൈറലായി തുടങ്ങിയത്. ദിലീപിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ തന്നെ എവിടെയാണ് ഈ സ്ഥലം എന്നറിയാൻ എല്ലാവരും ആകാംക്ഷഭരിതരായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതുകൂടി അറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്ത മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കാം. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. അവരവരുടെ രണ്ടാം ഹണിമൂൺ ആഘോഷിക്കുകയാണ്. ആദ്യ ഹണിമൂൺ പോലും ആഘോഷിക്കാൻ നേരാവണ്ണം സാധിച്ചില്ല. വിദേശത്തൊക്കെ പോയെങ്കിലും മനസ്സമാധാനം ലഭിച്ചില്ല. എന്നാൽ ഇപ്പോഴാണ് ആ മനസ്സമാധാനം ലഭിച്ചത് എന്നത് തന്നെയാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നു. ദിലീപിൻ്റെ ആരാധകർക്ക് തന്നെ ദിലീപും കാവ്യയും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുപാട് പേരാണ് ഇവരോടൊപ്പം തന്നെ സന്തോഷത്തിൽ പങ്കുചേർന്ന് എത്തിയതും. മീനാക്ഷി കൂടി വേണമായിരുന്നു എന്നത് മാത്രമാണ് എല്ലാവരുടെയും പരാതി. എന്നാൽ വിദേശത്ത് ഡോക്ടർ പഠനവും അതുമായിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് മീനാക്ഷി വളരെയധികം തിരക്കിലാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദിലീപിന് അത് മാത്രമാണ് പറയാനുള്ളത്. അവൾ വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. അവൾക്ക് അങ്ങനെ വരാൻ സാധിക്കും. അതാണ് ഒരു സത്യം. അതുകൊണ്ട് ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാറില്ല. അവൾക്ക് തോന്നുമ്പോൾ അവൾ വരും. അതാണ് അവൾ ചെയ്യാറുള്ളത്. ഇത് തന്നെ ദിലീപും പറഞ്ഞിട്ടുണ്ട്. വിദേശത്ത് പഠിക്കുന്ന മകളുടെ അരികിലേക്കാണ് ഇവർ പോകാറുള്ളത്. അവൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അവൾ പറയും. പക്ഷെ അവൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അവളുടെ അരികിലേക്ക് പോകും. ഇതാണ് ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് ദിലീപ് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.